അല്ല, ഇപ്പം ലീഗ് എടുക്കുന്ന നിലപാട്, ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ധാരാളം പൊളിറ്റിക്കൽ പാർട്ടികൾ UDF-ലുണ്ട്. എല്ലാ പാർട്ടിക്കും ഒരേ നിലപാടായിരിക്കത്തില്ലല്ലോ കാര്യങ്ങളിൽ. കാരണം അത് എല്ലാ പാർട്ടിക്കും ഒരേ നിലപാടാണെങ്കിൽ പിന്നെ ഒരു പാർട്ടി മതിയല്ലോ. കഴിഞ്ഞ ദിവസം PK കുഞ്ഞാലിക്കുട്ടിയുമായി P. ഷംസുദ്ദീൻ നടത്തിയ അഭിമുഖം മാധ്യമപത്രത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു. മുസ്ലിം ലീഗിന്റെ രാഷ്ട്രീയ പ്രാധാന്യം, അതുപോലെ തന്നെ പൗരത്വ സമരവുമായി ബന്ധപ്പെട്ട നിലപാടുകളൊക്കെയും, അതുപോലെ സമസ്തയും ലീഗും തമ്മിലുള്ള ബന്ധം, ഇടതുമുന്നണിയോടുള്ള സമീപനം തുടങ്ങി വിവിധ വിഷയങ്ങളിൽ PK കുഞ്ഞാലിക്കുട്ടി തന്റെ നിലപാട് ഈ ഒരു അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. അഭിമുഖത്തിൽ കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാട് ചൂണ്ടിക്കാട്ടിയിരുന്നു. എന്നാൽ ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഈ വാക്കുകളോട് പ്രതികരിച്ചിരിക്കുകയാണ് രമേശ് ചെന്നിത്തല. കുഞ്ഞാലിക്കുട്ടി പറഞ്ഞതിനെയൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് രമേശ് ചെന്നിത്തല രംഗത്ത് വന്നിരിക്കുന്നത്. ലീഗിനെ വിശ്വാസത്തിലെടുത്താണ് കോൺഗ്രസ് മുന്നോട്ടു പോകുന്നത്. തങ്ങൾ ഒറ്റക്കെട്ടാണ്. മാത്രമല്ല, കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ മാർക്സിസ്റ്റ് പാർട്ടി കുറെ കാലമായി ശ്രമിക്കുന്നുവെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. കോൺഗ്രസിൽ നിന്ന് പ്രധാനപ്പെട്ട ആരും BJP-യിലേക്ക് പോയിട്ടില്ല. പത്മജ പോയത് ദൗർഭാഗ്യകരമാണ്. കോൺഗ്രസിന് മൃദു ഹിന്ദുത്വ സമീപനം ഇല്ല. ലീഗ് ഒരു സ്വതന്ത്ര പാർട്ടിയാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് പരാതി ഉണ്ടെങ്കിൽ അത് പരിഹരിക്കും. UDF-ൽ പറഞ്ഞപ്പോഴൊക്കെ ചർച്ച ചെയ്ത് പരിഹാരം കണ്ടിട്ടുണ്ടെന്നും രമേശ് ചെന്നിത്തല പറയുന്നു. കാര്യത്തിൽ എവിടെയാണ് ഹിന്ദുത്വ നിലപാട് സ്വീകരിച്ചത്? രണ്ട് സമീപനമല്ല, ഒരു സമീപനം. CAയുടെ കാര്യത്തിൽ അന്ത്യം മുതൽ തന്നെ പാർലമെന്റിനകത്തും പുറത്തും നല്ല ശക്തമായ നിലപാട് തന്നെയാണ് ഞങ്ങൾ സ്വീകരിച്ചിട്ടുള്ളത്. അതിലൊന്നും ഒരു സംശയവും വേണ്ട. അല്ല, ഇപ്പം ലീഗ് എടുക്കുന്ന നിലപാട്, ലീഗ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ധാരാളം പൊളിറ്റിക്കൽ പാർട്ടികൾ UDF-ലുണ്ട്. എല്ലാ പാർട്ടിക്കും ഒരേ നിലപാടായിരിക്കത്തില്ലല്ലോ കാര്യങ്ങളിൽ. കാരണം അത് എല്ലാ പാർട്ടിക്കും ഒരേ നിലപാടാണെങ്കിൽ പിന്നെ ഒരു പാർട്ടി മതിയല്ലോ. വ്യത്യസ്ത പാർട്ടികളുള്ള മുന്നണിയാണ് UDF, UPA. അപ്പം പക്ഷെ ഒരു കോമൺ മിനിമം പ്രോഗ്രാമിൻ്റെ അടിസ്ഥാനത്തിലാണ് UPA ആണെങ്കിലും UDF ആണെങ്കിലും പ്രവർത്തിക്കുന്നത്. അല്ല, അദ്ദേഹത്തിന് അങ്ങനെ പരാതി ഉണ്ടെങ്കിൽ ഞങ്ങൾ അദ്ദേഹത്തോട് സംസാരിച്ച് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കും. ഇവിടെ PK കുഞ്ഞാലിക്കുട്ടി പറയുന്നതിനോട് തന്റെ നിലപാട് വ്യക്തമാക്കുന്നതോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ, അല്ലെങ്കിൽ ഈ ഒരു വിഷയം LDF ഒരു രാഷ്ട്രീയ ആയുധമാക്കാൻ ശ്രമിക്കേണ്ട എന്ന താക്കീത് കൂടെ അദ്ദേഹത്തിന്റെ വാക്കുകളിൽ നിന്ന് വ്യക്തമാണ്. കഴിഞ്ഞ ദിവസത്തെ കുഞ്ഞാലിക്കുട്ടിയുടെ അഭിമുഖം പരിശോധിക്കുകയാണെങ്കിൽ അതിൽ വ്യക്തമായി പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് ഒരു മുന്നണി മാറ്റത്തിന് ലീഗ് തയ്യാറാകുന്നില്ല എന്ന നിലപാട്. ഇടതു മുന്നണിയിലേക്ക് മാറുന്ന പ്രശ്നമില്ലെന്നും CPM-നെ കടിച്ചുകീറി വിമർശിക്കാത്തതിന്റെ അർത്ഥം അവരുമായി സഖ്യത്തിലാകാൻ പോകുകയല്ല എന്നുമാണ് കുഞ്ഞാലിക്കുട്ടി വിശദീകരിക്കുന്നത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ലീഗ് ഇടതുപക്ഷത്തേക്ക് കൂറുമാറുമെന്ന പ്രചാരണം വെറുതെയാണ്. ഞങ്ങളങ്ങനെ കൂറുമാറുന്ന പാർട്ടിയല്ല. വലിയ സംഭവ വികാസങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ സംഭവിക്കൂ എന്നും കുഞ്ഞാലിക്കുട്ടി അഭിമുഖത്തിലൂടെ വ്യക്തമാക്കുന്നുണ്ട്. ഇവിടെ പ്രധാനപ്പെട്ട കാര്യം എന്തെന്നാൽ കൂറുമാറുന്ന പാർട്ടി അല്ല എന്ന് ലീഗ് എടുത്തു പറയുന്നുണ്ട്, അല്ലെങ്കിൽ കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കുന്നുണ്ട്. കാരണം ലീഗിനെ ഇടതുമുന്നണിയിൽ എത്തിക്കുന്നതിനായുള്ള നീക്കങ്ങൾ CPM നേരത്തെ തന്നെ ആരംഭിച്ചതാണ്. CPM നേതാക്കൾ തന്നെ പറയുന്ന കാര്യമാണ് ലീഗിൽ അണികളുടെ ഇടയിൽ കോൺഗ്രസിന്റെ പല നിലപാടുകളോടും വലിയ അതൃപ്തി ഉണ്ടെന്നുള്ളത്. ഇടതുമുന്നണിയിലേക്ക് ലീഗിനെ എത്തിക്കാനായി പല രാഷ്ട്രീയ നീക്കങ്ങളും നടക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യം നിലനിൽക്കെയാണ് കുഞ്ഞാലിക്കുട്ടിയുടെ ഈ ഒരു പ്രതികരണം പുറത്തു വന്നത്. ഇങ്ങനെയൊരു തീരുമാനമാണ് ലീഗിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നതെങ്കിൽ പോലും, അതായത് ഒരു മുന്നണി മാറ്റം ഉണ്ടാകില്ല എങ്കിൽ കോൺഗ്രസിന്റെ നിലപാടുകളോട് ഉള്ള ലീഗിന്റെ അതൃപ്തി തിരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ആയുധമാക്കി ഉപയോഗിക്കാം എന്നാണ് ഇടതുപക്ഷം കരുതുന്നത്. ഇത് തന്നെയാണ് ഇടതുപക്ഷ നേതാക്കളും വിലയിരുത്തുന്നതും. എന്നാൽ ഇപ്പോഴത്തെ ഈ കുഞ്ഞാലിക്കുട്ടിയുടെ ഈ ഒരു പ്രതികരണത്തിലൂടെ ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷകളെല്ലാം തന്നെ വിഫലമായിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയും കുഞ്ഞാലിക്കുട്ടിയുടെ വാക്കുകളോട് പ്രതികരിച്ചിരിക്കുന്നത്. മുൻപ് കോൺഗ്രസിന്റെ പല നിലപാടുകളോടും, അതായത് ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലും ചർച്ചയായ പല വിഷയങ്ങളോടും കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിൽ ലീഗിന് കടുത്ത അതൃപ്തി ഉണ്ടായിരുന്നു. അത് ലീഗ് പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നതാണ്. ഇതെല്ലാം തന്നെ തിരഞ്ഞെടുപ്പിനെ ബാധിക്കും. കാരണം ലീഗുമായി ഒരുമിച്ച് മുന്നോട്ടു പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു തിരഞ്ഞെടുപ്പിനെ ലീഗിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഈ ഒരു അതൃപ്തി ബാധിക്കും. അത് LDF ഒരു രാഷ്ട്രീയ ആയുധമാക്കി തിരഞ്ഞെടുപ്പിൽ അത് പ്രതിഫലിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. മുൻപും പല LDF നേതാക്കളും ആരോപണങ്ങളും വിമർശനങ്ങളും ഒക്കെ നടത്തിയിരുന്നതാണ് കോൺഗ്രസിന്റെ മൃദു ഹിന്ദുത്വ നിലപാടിനെ കുറിച്ച്.
ഇപ്പോൾ ഈ വിഷയത്തിൽ PK കുഞ്ഞാലിക്കുട്ടി തന്നെ തന്റെ നിലപാട് വ്യക്തമാക്കിയപ്പോൾ അത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇത് തീർച്ചയായിട്ടും LDFന് ഒരു ആയുധമാണ്. എന്നാൽ ഏതൊരു വിഷയത്തിലും തങ്ങളുടേതായ ഒരു ഉറച്ച നിലപാട് ലീഗിനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു മുന്നണി മാറ്റം LDF പ്രതീക്ഷിക്കുന്നത് പോലെയുള്ള ഒരു മുന്നണി മാറ്റം ഉണ്ടാകില്ല എന്ന് തന്നെ കരുതാം.